അതിരഴാമുകിലെ നിന്നുപബോധമാത്രയിൽ ജലതാളമാർന്നൊരീ ഹൃദയം. സിനിമയ്ക്ക് വേണ്ടി ഒരു കവിത പോലെ ഒരു പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് എൻക്വയറി വന്നിട്ടാണ്. ചാരുലതയിലെ വരികളാണ്, അതിരേഴാമുകിലെ എന്ന് പറഞ്ഞ വരികളാണ് ശ്രുതി ശരണ്യം എഴുതുന്നത്. അതിനിട്ട് ഞാൻ അതിന്റെ പാട്ട് കമ്പോസ് ചെയ്ത് ഒരു വേർഷൻ ഞങ്ങൾ സെറ്റ് ചെയ്തു. എന്നിട്ട് ആ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് കുറെ കഥകളുണ്ടായി. ഈ പറഞ്ഞ പോലെ ആ സിനിമ നടന്നു, സിനിമയിൽ നിന്ന് ഈ പാട്ട് മാറുകയും അങ്ങനെയൊക്കെ ഒരു കഥകളുണ്ടായി. സീരിയസ് ആയിട്ട് പാട്ട് ചെയ്തു തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ആ ഒരു വഴി അതാണെന്നുള്ള തിരിച്ചറിവുകളിലേക്കൊക്കെ നമ്മൾ എത്തുന്നത്. കാരണം ഒരു പാട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ എന്താ, ഇപ്പം ഞാൻ പണ്ട് കുറേ പാട്ടുകൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ തന്നെയാണല്ലോ എൻ്റെ ശ്രോതാവ്. അപ്പൊ ഞാൻ മാത്രമാണ് അതിന് മാർക്ക് ഇടുന്നത്. ഞാൻ കേൾക്കുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഞാൻ മാറ്റി വയ്ക്കുന്നു, ഇഷ്ടപ്പെടാത്ത പാട്ടുകൾ ഞാൻ വേറൊരു ഫോൾഡറിലേക്ക് മാറ്റി വയ്ക്കുന്നു. പുതുതലമുറയിൽ ഞാൻ ഏറ്റവും അധികം കേട്ട ട്രാക്ക് പ്ലേ ലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ AR റഹ്മാനും വിദ്യാസാഗറും ആയിരിക്കും. എൻ്റെ ഒരു പിടിവാശിയായിരുന്നു പാർവതി എന്ന് പറയുന്ന ആ ഒരു മുഖം അതിൽ വേണം. അവസാനം ഞാൻ പറയണേ, ഈ പാർവതിയെ ചാരുലതയായിട്ട് കാസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ ഈ പാട്ട് തരുള്ളൂ എന്ന് ഞാൻ വാശിയുണ്ട്. പാട്ടിന് അനുയോജ്യമായ വിഷ്വൽ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരു റയർ തിങ്. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യാറുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് പണ്ടത്തേക്ക് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള റൊമാൻറ്റിക് പല പാട്ടുകൾ നമുക്ക് വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ അയ്യോ, നമുക്ക് ആ പാട്ട് അർഹിക്കുന്ന വിഷ്വലല്ല നമുക്ക് തോന്നും. എല്ലാവരുടെ തോട്ടും കൂടി ഒരു പോയിന്റിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പം അതെല്ലാവരും പാട്ട് ഞാനൊരു മ്യൂസീഷ്യൻ എന്നുള്ള നിലയിൽ മാത്രം ചിന്തിക്കുന്നു, എൻ്റെ പാട്ട് അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. മറ്റൊരാൾ അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ കാണുന്നതിന് പകരം നമ്മുടെ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് എവിടെയുണ്ട്, എല്ലാം വർക്ക് നന്നാക്കാനുള്ള ഒരു കോമ്പറ്റീഷനാണ് വേണ്ടത്. ചിരിതയുടെ ഒരു തോട്ട് പ്രോസസ്സ് മുതൽ അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഔട്ട് വരുന്നതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1.5 ദിവസമാണ്. പുലരുവോളം മിഴിവാർത്തു